എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബൊമ്മി കൗണ്ടിയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ വില്ലേജൊക്കെ ചെറിയ ചാറ്റമഴയുണ്ട്. വില്ലേജൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. കമോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും പഴയ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കൂടെ ഉള്ളത് സാമുവൽ ബ്രദർ ഉണ്ട് കേട്ടോ. സാമുവൽ ബ്രദർ ആൻഡ് സിസ്റ്റർ മേരി ഈസ് അക്കമ്പനിങ് വിത്ത് us. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ വീടുകളും ഒക്കെ നമുക്കിവിടെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ. എല്ലാം അടിപൊളിയാണ്. മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മാങ്ങ പഴുത്ത് കിടക്കുന്ന സമയമാണ് കേട്ടോ. മാങ്ങയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വെച്ച് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, വില്ലേജിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വെച്ച് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. മഴ വരുന്നുണ്ട്. ഓൾറെഡി ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട്. എങ്ങനെയായി തീരുമെന്നറിയത്തില്ല. നോക്ക്, പഴയ വീടുകൾ, നമ്മുടെ നാട്ടിലെ ആ പഴയ സെറ്റപ്പൊക്കെ കേട്ടോ. പഴയ വീട് കണ്ടോ, നമ്മുടെ അവിടുത്തെ ഇതുപോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പഴയ വീടിനകത്ത് ഇതൊക്കെ കണ്ടിട്ടുള്ള ഓൾറെഡി. എന്നാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഈ വീഡിയോയിലൂടെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. കോൺക്രീറ്റ് ചെയ്യാത്ത പഴയ നമ്മുടെ നാട്ടിലെ ആ വഴികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഗൈസ്. ആ ഒരു പ്രതീതിയാണ് കേട്ടോ ഇതിലൂടെ നടക്കുമ്പോഴത്തേക്കിനും. ഇപ്പോഴും നമ്മുടെ പഴയ പല വില്ലേജുകളും കോൺക്രീറ്റ് ചെയ്യാത്ത റോഡുകളുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ലോക്കൽ റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് അത്തരം കോൺക്രീറ്റ് റോഡുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ എടുക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും. ധാരാളം വർഷങ്ങൾ വേണ്ടി വരും. ഇതുവരെയായിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല കേട്ടോ. ഈ ഏരിയയിൽ ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല. ഇവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ജനറേറ്ററാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഫോൺ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായിട്ടും കുറവാണ്. വളരെ വിരളമായിട്ടാണ് അവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റിയൊരു കാര്യം, വഴിവിളക്കുകൾക്ക് വേണ്ടി സോളാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടോ. സോളാർ സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നതുണ്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടും സോളാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വഴിവിളക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതുകൊണ്ടോ റോഡ് അങ്ങനെ വലിയ റോഡ് സംവിധാനങ്ങളൊന്നും അല്ല ഇവിടെ, അങ്ങനെ വണ്ടിയൊന്നും വരുന്നതല്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് റോഡ് സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന കുറേ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചുറ്റുവട്ടം കാണാൻ പറ്റും കേട്ടോ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഐ ആം യൂസിങ് ദിയർ ലാപ്പ, സോ ഓൾ ആർ ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സ്റ്റേറിംഗ് അറ്റ് മീ. സോ എല്ലാവരും ഇതിവിടെ എല്ലാം വഴിവിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് വിൽ വർക്ക് ഇൻ ദ നൈറ്റ്. ദിസ് വിൽ ഗിവ് ലൈറ്റ് ഇൻ ദ നൈറ്റ്. ദിസ് യാ സോളാർ, ഇവിടെ എല്ലാം സോളാർ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഗുണമാണ്. നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ ഉള്ളു, വേറെ വഴിവിളക്കായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് വാഴയും തെങ്ങും ഒക്കെ കണ്ട്. ഇനി ആഫ്രിക്കയുടെ ഏത് മൂലയ്ക്ക് ചെന്നാലും നമുക്ക് കുറേ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. നോർമലി കാരണം മ്യൂസിക് ലവേഴ്സാണ്. ആഫ്രിക്കൻസ് ആർ മ്യൂസിക് ലവേഴ്സ് ആൻഡ് ഡാൻസ് ലവേഴ്സ്, റൈറ്റ്? സോ അങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലായിടത്തും വഴിവിളക്കും കാര്യങ്ങളൊക്കെ സോളാർ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ തങ്ങുന്നൊരു വില്ലേജ് ഏരിയയാണ് ഈ ഏരിയ. കാണാനും നല്ല ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ചെറിയൊരു കൈത്തോട് ഇതിൽ ഒഴുകുന്നുണ്ട്. പാലം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കനാലിട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒക്കെ വരുമ്പോഴത്തേക്കും ഒഴുകി പോകാനായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഇപ്പം പാസ്റ്റർ ഇമ്മാനുവൽ, ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ ഉള്ളത്. പാസ്റ്റർ ഇമ്മാനുവലാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. സോ മാംഗോ ട്രീ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമായിട്ട് കാണുന്ന ഒരു ഏരിയ കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമ തോന്നുന്ന ഒരു വില്ലേജ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഒന്നും എത്താത്ത, ഓർത്ത് നോക്കിയേ കുറേ വർഷങ്ങൾക്ക് പിറകിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഇത് കണ്ടോ, ഈ മരമൊക്കെ കണ്ടിട്ടുണ്ടോ? അടിപൊളിയല്ലേ. നമ്മളൊരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ജംഗ്ഷൻ പോലാണെന്ന് തോന്നുന്നു. ചെറിയൊരു ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. ഒരു റിലീജിയസ് ഗ്രൂപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. എല്ലാം പഴയ വീടുകൾ, കുറേ ഏരിയകളൊക്കെ കാണാൻ പറ്റും. ഇതിലങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു വഴി കാണാൻ പറ്റും. വാഹനങ്ങൾ വരുന്ന സംവിധാനമുള്ള ഏരിയ അല്ല കേട്ടോ. ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ.
ഈ ഗൈസ് ഈ വെച്ചിരിക്കുന്നത് കരിയാണ്, കരി, ചാർക്കോൾ. ദിസ് ഈസ് ചാർക്കോൾ റൈറ്റ്. ഇത് വെച്ചിരിക്കുന്നത് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് വനത്തിൽ പോയിട്ട് ഇവരിത് വാങ്ങിക്കുന്ന കേട്ടോ. വനത്തിൽ പോയി ഇത് ചിലപ്പോൾ ഇവർ വിൽക്കുന്നതായിരിക്കും. വനത്തിൽ പോയിട്ട് അവിടുത്തെ തടിയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ എടുക്കുന്ന അതാണ് കുക്കിങ്ങിന് വേണ്ടി. മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച കേട്ടോ, ദീസ് ബോർവെൽസ്. ഏത് ഏരിയയിൽ ചെന്നാലും ഇങ്ങനത്തെ ബോർവെൽസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ബോർവെൽസ് ലോക്ക് ചെയ്യും കേട്ടോ. ദേ വിൽ ലോക്ക് ദി ബോർവെൽസ് റൈറ്റ് ഇൻ ദ നൈറ്റ്. They are not allowed. See the chain and all. Why they are locking these borewells? They are looking for it. Why these borewells are you locking in the night? They see the chain. Oh yes, because now for plenty people so take most people take the water, they can make use it. So that's why sometimes in the night time they like the. So they are not allowed to take water, more water. They throw the water. Okay. Fresh water in the day. ഓക്കെ. സോ ഇതുണ്ടോ, ഇത് ഫുള്ള് മണ്ണുകൊണ്ട് തേച്ച് മണ്ണുകൊണ്ട് ചെയ്തിരിക്കുന്ന വീടാണ് കേട്ടോ. നോക്കിക്കേ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. ഫുള്ള് മണ്ണുകൊണ്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഏരിയയിലെല്ലാം ഇതുപോലെ പഴയ വീടുകളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇതെല്ലാം നല്ല രസമാണ്, അടിപൊളിയാണ്. ഇതിൽ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ശാന്തമായിട്ടുള്ള. യാ വാട്ടർ ഈസ് ഹിയർ റൈറ്റ്. Okay. Pastor Robert. That's inside this water. Really? Yeah, he's So നമുക്ക് മുമ്പ് വന്ന ടീമുകളെല്ലാം ഇവിടെ വന്ന് വെള്ളത്തിൽ ചാടിയിട്ടുള്ള കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഏരിയ ആണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ടൂം റൈറ്റ്. Yeah, too. Who's? Some old people. Somebody died long time. ഓക്കെ. കണ്ടോ മുറ്റെല്ലാം നീറ്റാക്കി ഇട്ടിരിക്കുന്നതുണ്ടോ. നല്ല രസമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന, മെയിൻ്റനൻസ് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീപ്പിൾ. First I felt like that. All people, they are neat and clean. Their courtyards, their houses and everything. Very neat and clean. So നമ്മളിപ്പോൾ പോകുന്ന ചെറിയൊരു അരുവി ഉണ്ടെന്ന് പറഞ്ഞാൽ അരുവിയിലേക്കാണ് കേട്ടോ ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് എത്ര രസമായിട്ടുള്ള കാഴ്ചകളാണ്. ഇന്ന് കേരളത്തിൻ്റെ പല മൂലകളിലും ഈ ഇത്തരം ഭംഗി ഗ്രാമീണ അന്തരീക്ഷമൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തെളിഞ്ഞു കിടക്കുന്ന, ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ. നോക്കും എത്ര മനോഹരമായിട്ടുള്ള വലിയ മരങ്ങളും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിവിടുത്തെ ഒരു കാട്ടരുവിയാണ് കേട്ടോ. നോക്കിക്ക് അടിപൊളിയായിട്ടില്ലേ. നേരത്തെ ഇവിടെ നല്ല ആഴത്തിൽ വെള്ളം ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇപ്പം വെള്ളം കുറഞ്ഞു കേട്ടോ. ഈ ദിവസങ്ങളിൽ മഴ വന്നിട്ടുണ്ട്. ഗൈസ് ഇത് നോക്കി ഗൈസ്. ക്യാൻ യു ഷോ ദിസ് വാൾ? ദിസ് വൺ പ്ലീസ്. സോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണിത് കണ്ടോ. ഓക്കെ ഗൈസ്, ലുക്കിംഗ് വെരി ക്യൂട്ട്. ഓ യു ഓൾസോ ഹാവ്. സീ നോട്ട് കമ്മിങ്. ഇത് കണ്ടോ. എവിടെ ചെന്നാലും നമുക്ക് ഇങ്ങനത്തെ ഈ ആയുധം കാണാം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വെട്ടുകത്തി പോലെ ബട്ട് നീളത്തിലുള്ളത്. ടേക്ക് കെയർ. ഇതുണ്ടോ, ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ഒഴുകി വരുന്ന ചെറിയ കാട്ടരുവി ഇവിടെ വന്ന് ഇച്ചിരി പ്ലേസ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകി പോവാണ്. ഇവിടെ എല്ലാം പഴയ നല്ല പ്രായം ചെന്ന മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇപ്പോഴും സുരക്ഷിതമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ. ഹലോ ശ്രീമാനുവൽ ടേക്കിംഗ് സം ഫോട്ടോസ്. ഒരു മോസ്കാണ് കാണുന്നത്. തൊട്ട് അടുത്തായിട്ട് ഒരു എല്ലാവർക്കും വന്ന് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടോ. ചിലപ്പം സിറ്റിംഗ് പ്ലേസ് ആയിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പായിരിക്കും കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങോട്ടും മാറുകയാണ്. ഗ്രാമത്തിൻ്റെ ഉള്ളേരിയയിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ചാറ്റം മഴയുണ്ട്. മിക്കവാറും പനി പിടിച്ച് കിടക്കാനുള്ള സാധ്യതകളുണ്ട് ഗൈസ്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു കാലാവസ്ഥയാണ് ഇതിൽ നമ്മൾ പോയപ്പോൾ. നോ പേ ദിസ് സമയത്ത് കമ്പിയിൽ ഗോ ദിസ് വേ. സോ ഇതിലിങ്ങനെ പോകുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഓരോരോ ഏരിയ നല്ല രസമായിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. വഴിയൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെ അവർ പോകുന്നു, നമ്മൾ പോകുന്നു. ഇത് കണ്ടോ, ഇവിടുത്തെ ചെറിയ കടയാണ് കേട്ടോ. കടയും
സംവിധാനങ്ങളുമൊക്കെയുള്ള ചെറിയൊരു ഏരിയ. വാട്ട് ഈസ് ദിസ്? ഐ തിങ്ക് നഴ്സറി സ്കൂൾ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു ഇച്ചിരി സിമെൻറ്റ് കൊണ്ട് പണിത എന്തോ ഒരു ബിൽഡിങ്. ഐ തിങ്ക് ദിസ് ഇസ് നഴ്സറി. No. വാട്ട് ഈസ് It's a house. ഹൗസ്? What's living here? ഓക്കെ ഓക്കെ. അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു വീട് നമ്മൾ കണ്ടു കേട്ടോ. ഇറ്റ്സ് എ ഡെവലപ്ഡ് ഹൗസ് among us. ഓക്കെ ഗൈസ്, എത്ര രസമായിട്ടുള്ള കാഴ്ചകളാണല്ലേ. നിങ്ങളെ ഞാൻ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളും വരിക, ഇവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷം കണ്ട് സന്തോഷമാകുക എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗൈസ്. വളരെ നല്ല രസമായിട്ടുള്ള ഒരനുഭവമാണ് ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചെറിയ അടുക്കള. പുറത്ത് വെച്ചാണ് കൂടുതൽ പാചകം ചെയ്യുകയും പിന്നെ ബാക്കി ഇത് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസ്, റൈറ്റ്? ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസ്, പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ. അത് ഇനി തേച്ച് മിനുക്കി നമ്മൾ വേണ്ട ഇതുപോലത്തെ പ്ലാസ്റ്റർ ചെയ്യുന്ന ഇനിയാണ്. ഇത് ചെളി കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ തേച്ച് മിനുക്കി നൈസാക്കി അടിപൊളിയാക്കി എടുക്കും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര രസമായിട്ടുള്ള ഇതല്ലേ. ദിസ് ഈസ്, ഐ തിങ്ക് ദിസ് ഓൾസോ ഗോയിങ് ടു ബി കൺസ്ട്രക്റ്റഡ് ന്യൂ ഹൗസ്, റൈറ്റ്? ഇതും പുതിയതായിട്ട് പണിയാൻ പോകുന്ന ഒരു പുതിയ വീടാണ്. ഓക്കെ ബോസ്മാൻ, ടേക്ക് കെയർ. സോ ഇതും പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. സോ മെനി ന്യൂ ഹൗസസ് ആർ ഹിയർ. ഐ എം സീയിങ്. I think Samuel brother also want to construct a new house here. What's your opinion about that? Yes. What you are telling about if you are constructed a new house here, are you interested for that? Because most people can say the village life is you cannot be husband. I see that the village now they are teaching on the city because you see some But new it's, construction. for you it's very difficult because you are practice with the village city life and all. Yes. And all of a sudden you can't be survive here. Yes, Am I correct? exactly. Yes. സോ ഇത് വലുതായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് കേട്ടോ. ഇവിടെ എല്ലാം വൈ ദേ ആർ കൺസ്ട്രക്ടിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹിയർ ആൻഡ് മേ ബി ഓൾ പീപ്പിൾ ഡു ഗ്യാദർ ടുഗദർ ആൻഡ് സിറ്റ്. കമ്മ്യൂണിറ്റി മീറ്റിംഗ്. ഓക്കെ, കമ്മ്യൂണിറ്റി മീറ്റിങ്ങിന് വേണ്ടിയൊക്കെയുള്ള മീറ്റിംഗ് ഹോള് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാവരും വന്ന് കൂടിയിരിക്കുക, വർത്തമാനം പറയുക, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഏരിയയാണ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്തിരുന്ന് വർത്തമാനം പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അയ്യോ, സോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകൾ. നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയൊരു എന്താ പറയുക ഇസ്വേ അതും അവിടെയും ചെറിയൊരു കടയുണ്ട്. ദിസ് ഓൾസോ ഗോയിങ് ടു ബി കൺസ്ട്രക്ട്. ഇതൊരു ചെറിയ അടുക്കളയാണ്. ഹൗ ആർ യു? Yeah, I'm from India. How the place? It's very beautiful. I like your place very much. Thank you. From India, they giving a big hi to you all people. All right. Okay. Thank you then. Okay. Hi. Thank you. God bless you too. So, ഇവിടെ കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ വിരളമായിട്ട് കാണുന്നതാണ്. സാധാരണ കോഴിയൊക്കെ ഇവിടെ വളർത്തുന്നത് ഓൺലി ഫോർ ഈറ്റിംഗ്. മുട്ടയൊക്കെ എടുക്കുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് മുട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കോഴീനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഗൈസ് എന്താ പറയുക, ഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി വല്ലാത്തൊരു ഫീലിംഗാണ്. കാരണം സത്യം പറയണമെങ്കിൽ വില്ലേജ് ലൈഫ് അല്ലെങ്കിൽ ഗ്രാമത്തിൽ വന്ന് നമുക്ക് താമസിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. കറണ്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആധുനിക സംവിധാനങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കാൻ വളരെ പാടുള്ള കാര്യം. നമുക്ക് ഇതിവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിന് ഇവിടെ ആക്സസ് ഉണ്ട്. ഇവിടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയോ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി ഇന്നലെ കാണുന്നത്. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്കൂൾ കെട്ടിടം. സോ ഭയങ്കര നോയ്സി ആണല്ലോ. ഹായ്. അങ്ങനെ നമ്മൾ ഹായ്, ഹൗ ആർ യു സർ? യാ വെൽക്കം. ഗോഡ് ബ്ലെസ് യു. സോ
നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളതിലെ അങ്ങനെ കറങ്ങി ഇതിലിങ്ങനെ വന്നു ഗൈസ്. ഇതാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ട്, സ്കൂളിൻ്റെ ബിൽഡിങ്, ഗ്രൗണ്ട് ഒക്കെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ഫോർ യുവർ കൈൻഡ് ലവ് ടു access this village once, because it's very difficult to access the villages usually. If you are traveling some villages, people they will come and ask, why are you here, what are you doing here? Many questions will ask. But because of you people, you are coming with us, you are ready to show the situations here, so that only we are able to see all those things. Thank you so much once again. Okay, thank you. ഓക്കെ, സോ നമ്മുടെ പാസ്റ്ററാണ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവരും നമുക്ക് കാണാനൊക്കെ പറ്റും. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളോട് നമ്മൾ ഈ ഒരു വില്ലേജിലേക്ക് കയറുകയാണെങ്കിൽ ഇവരെല്ലാം ചോദിക്കും കേട്ടോ. ദേ വിൽ ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, വൈ ആർ യു ഹിയർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, മെനി ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ഒരു എന്താ പറയുക, കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഈ ലോക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ വില്ലേജ് ലൈഫ്, വില്ലേജ് സെറ്റപ്പ് ആൻഡ് ഓൾ.